യൂട്യൂബ് ചാനൽ ഗൈസ്, നമ്മളുടെ യാത്രയോടനുബന്ധിച്ചിട്ടുള്ള നമ്മളുടെ പർച്ചേസിംഗ് ആണ് നമ്മളിവിടെ നടക്കണത്. നടക്കാൻ പോണത് ഞങ്ങൾ തൃശ്ശൂർ പോണ ടൗണിൽ പോണത്. ഫസ്റ്റ് നമ്മള് സ്റ്റുഡിയോയിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാ പോണത്. സ്റ്റുഡിയോ പിന്നെ നമുക്ക് വിന്ററിന്റെ സാധനങ്ങളൊക്കെ നോക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിക്കാത്തലോണോ നോക്കാം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഓൾറെഡി ഉണ്ട്. പൊന്നൂസിനാണ് സാധനങ്ങൾ ഇല്ലാത്തത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും വാങ്ങാണ്ട് പറ്റില്ലല്ലോ. അല്ലാണ്ട് ഇവിടുത്തെ ഇതുപോലത്തെ സാധനങ്ങൾ അവിടെ ഇട്ടെടുക്കാനായിട്ട് നാട്ടിലിടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആണ് മെയിൻ ആയിട്ട് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാൻ വെച്ചിട്ട് ഇറങ്ങണം. സ്റ്റുഡിയോയിൽ പോയി നോക്കട്ടെ, എന്നിട്ടേക്ക് അവസ്ഥ നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ സ്റ്റുഡിയോ നല്ലൊരു ഓപ്ഷൻ ആട്ടാ. അതായത് യൂസ് ആൻഡ് ത്രൂ പോലെ നമുക്ക് യൂസ് ചെയ്യാം. അതെ, അതുകൊണ്ടല്ലേ എല്ലാവരും അങ്ങോട്ട് പോണേ. ഭയങ്കര തിരക്കാണ് എന്റെ പൊന്നെ, എല്ലാ ദിവസവും തിരക്കാ. അവര് സ്റ്റോക്ക് വന്നെന്ന് പറഞ്ഞതിനോട് വെള്ളി. അയ്യോ, ഇന്ന് വ്യാഴല്ലേ? അല്ല, ഇന്ന് ട്യൂസ്ഡേ അല്ലേ? ട്യൂസ്ഡേ. അതിന് വെള്ളിയാഴ്ച വന്നിട്ടുണ്ടാവും. നമുക്ക് അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ പർച്ചേസിംഗ് തന്നെ ഉണ്ട് അത്യാവശ്യം. അവിടേക്ക് പോകുമ്പോ മറ്റേ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങണം. ഫുള്ളുണ്ട്. തീർക്കണം, അല്ലാണ്ട് ഒന്നിട്ടാ തീർക്കാണ്ട് പറ്റില്ല. മറ്റന്നാള് പോണ അതല്ലേ അങ്ങനെ തന്നെ. ആളുടെ കൂടെ എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തേക്ക് ഞാൻ സത്യമായിരുന്നു. എനിക്ക് എന്റെ കാര്യം നോക്കി പോയാൽ മതിയായിരുന്നു. എനിക്ക് എന്റെ കാര്യം നോക്കി പോയാൽ മതിയായിരുന്നു. അതന്നെ ഞാൻ മുമ്പ് ചെയ്യാറുള്ളതും. ഒരുപാട് സണ്ണി ഡേ അല്ല. അതെ, സമയമായിട്ട് നിങ്ങൾ നോക്കിയ ഒരു മഴക്കാര് വെയിലുള്ള കണ്ണാട. അല്ല, മഴക്കാരല്ല, എന്നാലും വെയിലില്ല, ചൂടില്ലാത്തൊരു സെറ്റപ്പാ. അല്ല, ഞാൻ വിചാരിച്ചേ കണ്ണട വെച്ച കാരണം ഞാൻ നോക്കി കണ്ണട വെച്ചോണ്ട് പേരിലാണോ? അല്ല, വെയിലില്ലാത്ത ഒരു മൂടി ക്ലൈമറ്റാ. മഴ പെയ്യല്ല, എന്നാലും മൂടി ക്ലൈമറ്റാ. അതെ അതെ അതെ. അതുകൊണ്ട് ഇന്ന് നല്ല സുഖമുണ്ട്. രാവിലെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലേലും ഇവിടെ ക്രിസ്മസിന്റെ തണുപ്പ് തുടങ്ങിയിട്ടാണല്ലോ. അതുപോലെ ഇവിടെ വൃശ്ചികകാറ്റുണ്ട്. ക്രിസ്മസിലേക്ക് കിടക്കണതുകൊണ്ട് നമുക്ക് ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. ഇതാണ് ഈ മറ്റേ KSRTC ഒന്ന് ഇടിച്ച സ്റ്റാച്ചു നോക്കി നീ കളിച്ചു കണ്ട. പക്ഷെ അത് മൂടി വെച്ചേക്കാ. ശക്തൻ നമ്പരാന്റെ അല്ലേ? ഇവിടെയായിരുന്നു ഒരു ദിവസം KSRTC വന്നിട്ട് ഇടിച്ചിട്ട് തകർന്നു. പിന്നെ അതിന്റെ ഉള്ളിലത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയാവട്ടെ, അത് നമുക്കറിയില്ല. അതിനെ കുറിച്ച് ന്യൂസിൽ കണ്ടു, അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. നേരെ പെട്ടെന്ന് കൊറേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ്, നമ്മുടെ ആ ഒരു കൊറേ നാളത്തെ ആ ഒരു പ്രശ്നത്തിന് അറുതി വന്നിരിക്കുകയാണ് ഗൈസ്. കണ്ട, പൂത്തോൾ റോഡ് കിടുക്കിടുക്കെന്ന് വെച്ചാല് അടുത്ത മണിക്ക് പോവാന്നാലും വേണ്ടില്ല, കുറച്ച് നാളത്തേക്ക് നല്ല സുഖമായിട്ട് ഓടിക്കാം. അതന്നെ. പക്ഷെ നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതും പറയണം. സത്യം പറയാ ഒരു മണിക്കുള്ളതുള്ളൂ, എന്നാലും വേണ്ടില്ല. ആ മഴ വരെ നമുക്ക് നല്ല സുഖമായിട്ട് പോവാം. അടിപൊളിയായിട്ട്. അതെ, നല്ല റോഡായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. ഇത്രയും നാള് ഈ റോഡ് ഇത്രയും അത് പതിച്ച് കിടന്ന റോഡ് വേറെ ഉണ്ടായിട്ടില്ല. അതേപോലെ കിടന്നിരുന്നത്. പക്ഷെ ഇടുക്ക റോഡാക്കി. നന്നായിട്ടുണ്ട്. അതെ, KSRTC അപ്പുറത്തും കൂടെ ഉണ്ട്. പറഞ്ഞ പോലെ ഈ കുഴികൾ ഇന്നും കൂടി ആ കുഴിയിൽ ചാടിയിട്ട് വന്നുള്ളൂ. അതുകൊണ്ട് ശരിയാക്കി നന്നായി. പ്ലാനിങ് ഉണ്ടോ? എനിക്ക് 2 ജീൻസ് വേണം. ജീൻസ് എടുക്കണം. പിന്നെ ആ ഡ്രസ് എടുക്കണം. ആ ബാഗ് എടുത്തോ, നിറച്ച ബാഗും അതിട്ട് ഈ സാധനം കേട്ടോ. പിന്നെ ജീൻസ് വേണ്ട നിനക്ക്? ഏതാ എന്താ ഈ സാധനം? നോട്ടെ, ഫൈലേഴ്സിൽ ഇട്ട് നോക്കിയിട്ടല്ലേ എടുക്കണുള്ളൂ. ഏതാ? വൈറ്റാ? രസമുണ്ട്. ഇതിനെ വിളി ജാക്കറ്റ് ഇടുന്നല്ലോ. അയ്യോ അല്ല, എത്തിയിടണം 2-3 ഡ്രസ് ഇടണം. നോക്കാം, എനിക്കുള്ള സാധനം മേലേക്ക് പോയി നോക്കാം. 2 ജീൻസ് എടുത്തു. അല്ല, ഒരു ജീൻസ് എടുത്തു, ഒരു സെറ്റ് ഷർട്ട് എടുത്തു, ഹുഡി ഒരെണ്ണം എടുത്തു. ഇനി എന്തിനു നമുക്ക് വേണ്ടേ? എനിക്ക് ഓവർ സൈസ് ടീഷർട്ട് വേണം. പിന്നെ എന്തിനു വേണ്ടേ? ഓവർ സൈസ് ടീഷർട്ടും പിന്നെ മറ്റേ സാധനം വേണം. ഹുഡി ഒരെണ്ണം കൂടി നോക്കാം. എന്റെ പോലത്തെ ചെരുപ്പുണ്ട് പൊന്നു സാർ?
300 രൂപ. പക്ഷെ ഇതിന് 5000 രൂപ ബിർക്ക് സ്റ്റോക്ക്. അതെ അത് ശരിയാട്ടോ. അത് ഞാൻ അംഗീകരിക്കണം. ഇനി എന്നിട്ടുള്ള ഞാൻ ഒരു വുഡിയും ഒരു സാധനം ഇത് എടുക്കാന്ന് വിചാരിച്ചു. പൊന്നൂസിന്റെ കഴിഞ്ഞു ഞാൻ പോയി ട്രയൽ അടിച്ചിട്ട് വരാം. ഇവിടെ തന്നെ നിന്നോളട്ടാ. ഓക്കെ ഈ ഡ്രസ് എടുക്കാല്ലേ ബേബിക്ക് എടുത്തിട്ടുണ്ടോ? ഈ സെയിം എടുത്താണ്. നല്ല കളർ കോമ്പിനേഷൻ ഉണ്ടല്ലേ. ഇതാണ് എടുത്താണ്. ആ ഇതും ഭംഗിയുണ്ട് അതും ഭംഗിയുണ്ടല്ലോ. ആണോ വലിയ അലമ്പുണ്ടാവില്ല. അതുകൊണ്ട് പർച്ചേസിംഗ് കഴിഞ്ഞത് ഈ സഞ്ചി 10,000 ബില്ലോ ഉറപ്പ് മിനിമം നോക്കാം. പിള്ളേടി നീ 6 എടുത്തുണ്ട്, ഞാൻ എത്ര എടുത്തുണ്ട്? 4. അപ്പൊ 1000 താഴെ വരുള്ളൂ. ഞാൻ ബില്ല് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ വേഗം കൊടുത്ത് പോവാം. ഓക്കെ എവിടെ പറക്കിടുന്നത്? ഞാൻ മറ്റേ സാധനം ഇട്ട് കൊടുക്കണ മറ്റേ സാധനം റബ്ബർ ബാൻഡ് കാണിച്ച് കാണിച്ച് ചെയ്തു. വേറെ കുറെ നേരം നോക്കണ്ടായല്ലോ. ബ്ലാക്ക് നല്ലത്. ഓക്കെ സ്ഥിരം ഞങ്ങൾ കച്ചവടം തരുന്നുണ്ട്. പൈസ കുറവായോട്ടെ പറഞ്ഞിട്ട് നടന്നെ വേറെ ഒന്നുമില്ലല്ലോ. പുറത്തേക്കാരും കുഴപ്പമില്ല. ബെല്ലടിക്കും. ഇതിന് ബെല്ലടിക്കില്ലെന്നുണ്ട്. ഇതിന് ബെല്ലടിക്കില്ലല്ലോ. ഇത് ബെല്ലടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ബെല്ലടിക്കോ? ഈ ചെറിയ അടിക്കില്ലേ? നീ എടുത്തോണ്ടേക്ക് എടുത്തത് 9,000 പ്ലേറ്റ് ആണ്. പൈസ കൊടുക്കല്ലേ? 9,000 പ്ലേറ്റ് 2 ബാഗ് വെച്ചിട്ട് എടുക്കാലോ. നീ എന്നോട് ചോദിച്ചു തുറന്നു തരുമല്ല. അത് ശരിയാ. പൊലീസിന്റെ കൈ ഫ്രീ അല്ല. 2 കൈ നിറഞ്ഞു. കൊണ്ട് വെച്ചോ, സാധനം കൊണ്ട് വെച്ചോ. തുറന്നിട്ടുണ്ടല്ലോ. ഒക്കെ ഇതുണ്ട്. ഇത് വലിയാത്ത കഷ്ടമായില്ലത്. അങ്ങനെ നമ്മുടെ ഡ്രസ്സിന്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഒന്നും വാങ്ങണില്ല, എനിക്ക് മതി. ഇത്രയും ഡ്രസ്സുകൾ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമുക്ക് പറ്റില്ല. അയ്യോ ഒരു കാര്യം അത് പറഞ്ഞപ്പോൾ ഞാൻ അറിയിച്ചത് നമ്മള് പോണ സ്ഥലം അത് പറയാൻ വെച്ചിട്ടാണ് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നിരുന്നത്. പക്ഷെ നമ്മള് മറന്നുപോയി. നമ്മള് തണുപ്പൊക്കെ ഉള്ള സ്ഥലം നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മള് പോണത് പാരീസിലേക്കാണ്. അതെ, പാരീസിലേക്കാണ് നമ്മൾ പോണത്. യെസ് ഗൈസ്, വി ആർ ഫ്ലൈയിങ് ടു പാരീസ്. പക്ഷെ പാരീസിൽ വന്നിട്ട് വേറെ സ്ഥലമുണ്ട്. വേറെ സ്ഥലം കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സ്ഥലം കൂടി നമ്മൾ പോകും. അത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. പോകുന്ന സമയത്ത് പറയാം. നമ്മള് പാരീസിലേക്കാണ് പോകുന്നത്. നമ്മൾ കൂടുതൽ ദിവസം പാരീസാണ്. നമ്മൾ അതിന്റെ ഇടയിൽ ഒരു 3-4 ഡേയ്സ് നമ്മൾ വേറൊരു കൺട്രിക്കും കൂടി നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിക്കണം. ഫസ്റ്റ് നമ്മൾ പാരീസിലേക്ക് പോകും. അതായത് ഞാൻ പഠിച്ച സ്ഥലങ്ങള്, ഞാൻ നടന്ന സ്ഥലങ്ങള്, ഞാനവിടെ പട്ടിയെപ്പോലെ പണിയെടുത്ത സ്ഥലങ്ങള്, സ്കൂട്ടർ ഓടിച്ചിട്ടായിരുന്നു ഞാൻ കുറെ. പിന്നെ ഞാൻ ഫുഡ് ഡെലിവറി ജോബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തെണ്ടി തിരിഞ്ഞായിക്കോട്ടെ നടന്ന തെരുവീതികൾ ഇതൊക്കെ പൊന്നൂസിനെ കാണിച്ചു കൊടുക്കാം. അതായത് ഞാൻ അവിടെ പോകുന്ന ടൈമിൽ പൊന്നൂസിനെ വീഡിയോ കോളൊക്കെ ചെയ്ത് സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കാണിച്ച സ്ഥലങ്ങള്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അടിപൊളി സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പേര് മറ്റേ ഹാങ്ങിങ് ബ്രിഡ്ജില് ലോക്കിംഗ് ബ്രിഡ്ജ് അങ്ങനത്തെ സാധനം ഉണ്ട്. അപ്പൊ അത് ആ സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം. ആ വിശേഷങ്ങള് ഒക്കെ നമുക്ക് അവിടെ ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ഡ്രസ്സ് എടുക്കണം. അതാണ് നമ്മുടെ ആവശ്യം. ഡ്രസ്സ് എടുത്തു നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. നമ്മുടെ ആ ഷാപ്പില് ചോറ് കിട്ടില്ലേ? അത് മതി. ഈ കടയിൽ കിട്ടിയില്ല അതൊന്നും ഞാൻ അവിടെ കഴിക്കാണ്. അപ്പൊ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചു വന്നിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അങ്ങനെയാണ് നമ്മളുടെ പ്ലാനിങ്ങുകളൊക്കെ. പിന്നെ ഇവര് ഓൾറെഡി അവിടെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആൾക്കറിയാം എല്ലാ സ്ഥലങ്ങളും. അതെ, വേറെ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം അവർക്ക് അറിയാം. പോവാണ് നമ്മൾ ഇനി നാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് പാരീസിലോട്ട് ഫ്രാൻസിലോട്ട് പോവാം. അവിടെ ആയിരിക്കും നമ്മള്. അതെ, അപ്പൊ ഇനി നമ്മള് ഫുഡ് കഴിക്കട്ടെ. ഫസ്റ്റ് ഫുഡ് മുഖ്യമല്ല. ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമ്മള് ഫുഡ് വന്ന കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അല്ല പൊന്നൂസേ, സ്വാഭാവികം. ഫുഡ് കഴിഞ്ഞു. പോർക്കിറച്ചി ഉണ്ടായിരുന്നു, കക്ക ഫ്രൈ ഉണ്ടായിരുന്നു, നല്ല ഊണുണ്ടായിരുന്നു, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു. പൊട്ട ഊണുണ്ട് അല്ലേ?
അത്ര രസം പറയാനില്ല. കുഴപ്പമില്ല. ഫുഡ് വന്നു കഴിഞ്ഞപ്പോ നമ്മള് വിശക്കണേന്റെ പേരില് നല്ലോണം നാളെ വിശക്കണേന്റെ പേരില് പിന്നെ നമ്മൾ കുഞ്ഞൊരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം തൃശ്ശൂരിൽ നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വീഡിയോ തൃശ്ശൂരുണ്ട്. ഷോർട്സ് വീഡിയോ നമ്മൾ ബോഞ്ചൂർ തൃശ്ശൂരിലേക്ക് എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിലേക്ക് എടുക്കാനായിട്ട് വിട്ടുപോയത്. നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അന്ന് നമ്മൾ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് എനിക്ക് പോകാനുള്ള സൂപ്പർ മാർക്കറ്റില് അയ്യോ 1 മണിക്ക് ഉറക്കം വന്നിട്ട് വയ്യേ. എനിക്ക് എന്തെങ്കിലും ചായ കുടിച്ചിട്ട് ചോറ് ചായ ചായ വേണ്ട, കുറച്ച് വെള്ളം കുടിച്ചാലും മതി. വെള്ളം കിട്ടിയില്ല അവിടുന്ന്. വെള്ളം തന്നില്ലല്ലോ. അതെ, അവരുടെ സർവീസും പൊട്ട ഒരു കാര്യം അതെ. പുഴക്കിലുള്ള കള്ളുഷാപ്പാണ്. പേര് കൽപ്പകവാടി കള്ളുഷാപ്പ്. ഓക്കെ, അവിടെ ആൾക്കാർ വരുന്നുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കെന്തോ ഇഷ്ടായില്ല. എനിക്ക് അവരുടെ സർവീസും ഇഷ്ടായില്ല, ഫുഡും വലിയ കാര്യമൊന്നുമില്ല. ചെറിയത് വെജിന്റെ ഇല്ല, അല്ല വെജും പോട്ടെ, ചിക്കനൊന്നും ഇല്ല. നല്ല തണുപ്പുള്ള സമയത്ത് സൂപ്പ് ഉണ്ടാക്കി കുടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും പോരെ. ഇനി എന്നിട്ടാ ഡ്രിങ്ക്സിന് ഓഫർ എന്ത് സാധനം? മിക്സഡ് ഫ്രൂട്ടാ, പൈനാപ്പിളാ. റിച്ച് ഇൻ വൈറ്റമിൻ സി. അങ്ങനെ നമ്മളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളു പർച്ചേസിംഗ്. ഇതൊക്കെ നമുക്ക് തിന്നാനുള്ള സാധനങ്ങളല്ലേ? മതിയാവും, സാധനമായില്ലേ? ഇത്ര സാധനങ്ങൾ മതി. ഓക്കെ, 2474 രൂപ. പൊട്ടാ കാശുള്ള അല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് പോയാലും വീഡിയോയിൽ സാധനം ഉണ്ടെന്ന് കാണിക്കാം. വണ്ടി ബാക്കിലേക്ക് എടുത്ത് വെച്ചോ. എങ്ങനെയുണ്ട് ക്രീം ബണ്ണിന്റെ കോമ്പിനേഷൻ? ക്രീം ബണ്ണും ചായയും നല്ല കോമ്പിനേഷനാ ആണോ? ഞാനൊരു കോഫി ഗൈസ്. ക്രീം ബണ്ണും ചായയും. അങ്ങനെ നമ്മള് ചായ കഴിഞ്ഞു. ആ ചായ കുടിക്കണതിന്റെ ഇടയിൽ എന്റെ ടീച്ചേഴ്സിനെ ഞാൻ കണ്ടു. എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ 2 പേരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് സംസാരിക്കായിരുന്നു. അതെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടികള് മൊത്തം കഴിഞ്ഞു ഗൈസ് അല്ലേ? അതെ, അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. അതെ, ഞങ്ങൾ ചായയും കുടിച്ചു, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അത്രയ്ക്കേ ഉള്ളൂ. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ പോകുന്ന പരിപാടികളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ടാറ്റാ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്, ബൈ ബൈ ബൈ.